നമ്മൾ കടയിൽ നിന്ന് എന്തൊരു സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപയുടെ സാധനം മേടിക്കുകയാണെങ്കിൽ പോലും നമ്മൾ റിവ്യൂ ചെയ്യും. അത് കൊള്ളാമോ കൊള്ളത്തില്ലയോ, അല്ലെങ്കിൽ അതിനെ അങ്ങ് ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ ഏതൊരു കമ്പനി സാധനമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടായ്മ കൊണ്ട് മാത്രം കംപ്ലയിൻറ്റ്സ് ചെയ്യുന്ന ഒരുപാട് റിവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കോടികളും ലക്ഷങ്ങളും വരെ മുടക്കി ചികിത്സിച്ചിട്ട് രക്ഷപ്പെടാതെ ഒരു ഹോസ്പിറ്റലിനെ പറ്റി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടോ? ഇനി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കേണ്ടത് അങ്ങനെയല്ലേ? നമ്മൾ എത്ര പൈസയാണ് നമ്മുടെ വീടും സ്ഥലവും എല്ലാം വിറ്റ് നമ്മൾ ഓരോരുത്തരെ ചികിത്സിച്ചിട്ടും രക്ഷപ്പെടാതെ എത്രയോ പേര് പോകുന്നുണ്ട്. 90% ആൾക്കാർ രക്ഷപ്പെടാതെ അവരുടെ സ്ഥലവും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സമ്പാദ്യങ്ങളും എല്ലാം പോകും. കോടീശ്വരനായിട്ടിരിക്കുന്ന ആൾക്കാർ പോലും പിച്ചക്കാരനായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒറ്റ ഒരു സ്ഥലമുള്ളൂ, അത് ആശുപത്രിയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് റിവ്യൂ ചെയ്യാത്തത്? പല ആശുപത്രികളിലും ചെന്നിട്ട് ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയിട്ടും രക്ഷപ്പെടാതെ പോകുന്ന ആൾക്കാർ എന്തുകൊണ്ട് അത് കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നില്ല? ഇവിടെ പോകരുത്, ഒരു 10 റിവ്യൂ അതുപോലെ വരുന്ന സമയത്ത് അവർ തന്നെ അതിനെ ബൂസ്റ്റ് ചെയ്ത് നല്ല രീതിയിലാക്കാൻ നോക്കും. അപ്പം എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും ഒരു 100 രൂപയുടെ സാധനത്തിനകത്ത് റിവ്യൂ ഇടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതം തന്നെ ഒരു ജീവിതകാലം മൊത്തവും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ലൂട്ട് ചെയ്യുന്ന ആശുപത്രികളിലായിരിക്കണം ആദ്യത്തെ റിവ്യൂ വരേണ്ടത്. അല്ലയോ? ചിന്തിച്ച് നോക്കും. ഇതൊക്കെയാണ് മാറ്റപ്പെടുത്തേണ്ടത്.